അപ്പോൾ കൂട്ടുകാരെ, നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം. ഡയറക്ടറേറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ്, ഓപ്പറേറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ. ഇൻഡോർ സ്റ്റേഡിയം, രാജീവ് ഗാന്ധി സ്പോർട്സ് മെഡിസിൻ സെൻറ്റർ, ജിംനാസ്റ്റിക്സ് സെൻറ്റർ, സ്പോർട്സ് ലൈഫ് ഫിറ്റ്നസ് സെൻറ്റർ, സ്വിമ്മിംഗ് പൂൾ, ആറ്റിറ്റ്യൂഡ് സ്റ്റിമുലേറ്റഡ് ട്രെയിനിങ് സെൻറ്റർ. അപ്പോൾ ഇത് എവിടെയാണെന്ന് അറിയണ്ടേ? നമ്മുടെ പഞ്ചായത്ത് ഹാളിന് താഴെയുള്ള ബൈ റോഡിലാണ് ഇതിൻ്റെ ആസ്ഥാനം. എവിടെയാണ്? തിരുവനന്തപുരത്ത് പഞ്ചായത്ത് ഹാളിൻ്റെ സൈഡ്, അതായത് നമ്മുടെ മ്യൂസിയം വെള്ളയമ്പലം റോഡ്, കനവക്കുന്ന് ഓപ്പോസിറ്റുള്ള എൻജിനീയേഴ്സ് ഹാളിൻ്റെ ഇപ്പുറമുള്ള കേരള വാട്ടർ അതോറിറ്റി ഓഫീസിനുള്ളിലാണ് സംഗതി. എന്താണ്? നീന്തൽക്കുളവും ജിമ്മി ജോർജ് സ്റ്റേഡിയം ഇതിനുള്ളിലാണ്. തിരുവനന്തപുരം വെള്ളയമ്പലം, ജിമ്മി ജോർജ് സ്റ്റേഡിയവും നീന്തൽക്കുളവും. നീന്തൽക്കുളത്തിൽ പ്രവേശനമില്ല. നമുക്ക് ഈ ഓഫീസൊക്കെ ഈ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടേച്ചു തരാം. 36 MLD വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവിടുത്തെ സംവിധാനം. എവിടെ എന്നതുപോലെ ഇവിടെയും ഉണ്ട് പട്ടി. കേരളത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ജീവിയാണല്ലോ പട്ടി. അപ്പോൾ ഇതാണ് സംഭവം. എന്ത് മനസ്സിലായി? ജിമ്മി ജോർജ് സ്റ്റേഡിയവും സ്വിമ്മിംഗ് പൂളും, അത് നീന്തൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടെയാണേ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആസ്ഥാനം. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം. ഇത് അത് അതിനകത്ത് സ്റ്റേഡിയം കാണാം, ഇൻഡോറല്ലേ. അപ്പോൾ ഇതാണ് പരിസരം. ആ കാണുന്നതാണ് സ്വിമ്മിംഗ് പൂൾ. അവിടെ ഫോട്ടോഗ്രാഫി അലൗഡല്ല. ഇതാ നമ്മളെ ഇതുണ്ട്, ആ മതിലിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന സ്വിമ്മിംഗ് പൂൾ. അവിടെ യെസ് അവിടെ സ്ട്രിക്ട്ലി ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ്. പറയാതെ തന്നെ അറിയാലോ, സ്വിമ്മിംഗ് പൂൾ ജിമ്മി ജോർജ് സ്പോർട്സ് ഹബ്ബാണ്. ഡയറക്ടറേറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ്. അപ്പോൾ നീന്തൽ പരിശീലനത്തിനുള്ള ആൾക്കാരൊക്കെ അവിടെ വന്നിട്ട് അതുവഴിയാണ് നീന്തൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓഫീസ് കെട്ടിടം. ഓക്കെ, അവിടെയാണ് എൻട്രിയും കാര്യങ്ങളൊക്കെ. അവിടെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് കണ്ട് ഇതിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഇങ്ങനെ എടുക്കുന്നു. അപ്പോൾ ഏതാണ്ടൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വലുതായിട്ട് വിവരിക്കാനൊന്നുമില്ല. ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു ലാൻഡ്മാർക്ക് തരാൻ വേണ്ടിയിട്ടാണ്. ജിമ്മി ജോർജ് സ്റ്റേഡിയത്തെക്കുറിച്ച്, ജിമ്മി ജോർജ് ആരാണെന്നൊക്കെ അറിയാമോ എന്തോ. എന്തായാലും ജിമ്മി ജോർജിനെ കുറിച്ച് അന്വേഷണം, അദ്ദേഹത്തെക്കുറിച്ച് വിവരണം കൂടെ തന്നേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ആദ്യം നമുക്കിത് ജസ്റ്റ് ഒന്ന് കാണാം. എന്നിട്ട് ഞാൻ ഇതിനെ കാര്യമായിട്ടൊന്ന് വിവരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ജിമ്മി ജോർജ് സ്റ്റേഡിയവും കുളവും തലസ്ഥാന നഗരിയുടെ. അതിൻ്റെ ടൈമിങ്സൊക്കെ നോക്കാം. എന്തൊക്കെയാണ് പരിപാടികളൊക്കെ നമുക്ക്. രണ്ട് ബാഡ്മിൻ്റൺ കോച്ചിങ്, ബിഗിനർ ലെവൽ, ഇൻ്റർമീഡിയറ്റ് ലെവൽ, അഡ്വാൻസ് ലെവൽ, എലൈറ്റ് ലെവൽ, അഡൾട്ട്സ്, ഗൈഡൻസ് ആൻഡ് സൂപ്പർവിഷൻ ഫ്രം അവർ നീഡ്സ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആ നീന്തലിൻ്റെ ക്ലാസ് കൂടെ നോക്കിച്ച് വന്നാലോ.